ലോകം മുഴുവൻ വിസ്മയത്തോടെ ചുറ്റി സഞ്ചരിച്ച് അനവധി കാഴ്ചകൾ കണ്ടിട്ടുള്ള സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലെയുള്ള ഒരു പ്രമുഖ വ്യക്തി ഈ ലോകത്തിൽ നടക്കുന്ന ദാരുണമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നത് കാണുമ്പോൾ വളരെ വേദനയോടെയും അമർഷത്തോടെയും ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഈ ഭൂമിയിൽ യാതൊന്നും ചെയ്യാൻ കഴിയാത്ത ദൈവത്തിന് പിന്നെ സ്വർഗത്തിൽ ഇരുന്ന് എന്ത് വാഴയാണ് ചെയ്യാൻ കഴിയുന്നത്? നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ചോദ്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തട്ടുന്ന ഈ ആഴമായ വേദനയ്ക്ക് ഇന്ന് നമ്മൾ കൃത്യമായ മറുപടി കണ്ടെത്താൻ പോവുകയാണ്. ആരെയും കുറ്റപ്പെടുത്താനല്ല, മറിച്ച് ഈ ചോദ്യത്തിന് പിന്നിലെ ദൈവിക നീതിയും പ്രപഞ്ചത്തിൻ്റെ രഹസ്യവും മനസ്സിലാക്കാനാണ് നാം ഇന്ന് ഇവിടെ ശ്രമിക്കുന്നത്. ചിന്തിച്ചു നോക്കൂ, നാം ഉപയോഗിക്കുന്ന ഒരു ചെറിയ മൊബൈൽ ഫോണിന് പിന്നിൽ ഒരു രൂപകൽപ്പന ചെയ്ത ആളുണ്ട്. നാം യാത്ര ചെയ്യുന്ന വാഹനത്തിന് പിന്നിൽ ഒരു നിർമ്മാതാവുണ്ട്. ആകാശത്തിലൂടെ പറക്കുന്ന വിമാനങ്ങൾക്ക് പിന്നിൽ നാം കാണുന്ന റേഡിയോ അടക്കമുള്ള സകല ഉപകരണങ്ങൾക്ക് പിന്നിലും വ്യക്തമായ ഒരു ആസൂത്രണമുണ്ട്. ചരിത്രപരമായി ശാസ്ത്രലോകം അംഗീകരിച്ചിട്ടുള്ള വില്യം പാലി എന്ന ചിന്തകൻ്റെ പ്രശസ്തമായ വാച്ച് നിർമ്മാണ ഉദാഹരണം പറയുന്നതുപോലെ, കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു വാച്ച് കിട്ടിയാൽ അത് തനിയെ ഉണ്ടായതാണെന്ന് ആരും പറയില്ല. അതിന് പിന്നിൽ ഒരു വാച്ച് നിർമ്മാതാവ് ഉണ്ടെന്ന് നാം ഉറപ്പായിട്ടും വിശ്വസിക്കും. അതുപോലെ തന്നെ ഈ മഹാപ്രപഞ്ചത്തിന് പിന്നിലും അതിശയിപ്പിക്കുന്ന കൃത്യതയോടെ പ്രവർത്തിക്കുന്ന സകല ചരാചരങ്ങൾക്ക് പിന്നിലും ഒരു മഹാനായ സൃഷ്ടാവ് ഉണ്ട് എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുന്നുണ്ട്. റോമർ 1 അധ്യായം 20 വാക്യത്തിൽ നാം വായിക്കുന്നു, ലോകസ്ഥാപനം മുതൽ ദൈവത്തിൻ്റെ നിത്യശക്തിയും ദൈവത്വവും നിർമ്മിക്കപ്പെട്ട വസ്തുക്കളാൽ ബുദ്ധിക്ക് വ്യക്തമായി ഗ്രഹിച്ചറിയാൻ കഴിയുന്നു. അപ്പോൾ പിന്നെ സ്വാഭാവികമായും ഒരു ചോദ്യം വരാം, ഈ ലോകത്തിൽ ക്രൂരമായ പീഡനങ്ങളും തിന്മകളും നടക്കുമ്പോൾ ദൈവം എന്തുകൊണ്ട് അപ്പോൾ തന്നെ ഇറങ്ങി വന്നു ഇടപെടുന്നില്ല? ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ക്യാമറ വാങ്ങി നൽകി എന്ന് കരുതുക. അദ്ദേഹം ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ ആ പിതാവ് കൂടെ ചെന്ന് അങ്ങനെ എടുക്കരുത്, ഇങ്ങനെയാണ് എടുക്കേണ്ടത്, അവിടെ വെക്കരുത് എന്ന് ഓരോ അടിയും വെക്കുമ്പോൾ തിരുത്തിക്കൊണ്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തം കഴിവ് വളർത്തിയെടുക്കാനോ സ്വതന്ത്രമായി ചിന്തിക്കാനോ കഴിയുമായിരുന്നോ? ഇല്ല. അതൊരു വലിയ അരോചകമായി മാറിയേനെ. മനുഷ്യനെ ഒരു യന്ത്രത്തെയോ റോബോട്ടിനെയോ പോലെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല, മറിച്ച് സ്വന്തം ബുദ്ധിയും മനസാക്ഷിയും ഉപയോഗിച്ച് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യൻ നൽകിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യൻ ആ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുമ്പോഴാണ് ഈ ലോകത്തിൽ തിന്മകൾ ഉണ്ടാകുന്നത്. ഓരോ മനുഷ്യൻ ചെയ്യുന്ന ചെറിയ തെറ്റുകൾക്ക് പോലും അപ്പോൾ തന്നെ ദൈവം ശിക്ഷ നടപ്പിലാക്കാൻ ആണെങ്കിൽ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ പോലും ജീവിച്ചിരിക്കില്ല. കാരണം വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ നോട്ടത്തിലോ തെറ്റുകൾ ചെയ്യാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല. എന്നാൽ 2 പത്രോസ് 3 അധ്യായം 9 വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണം എന്ന് കരുതി ദൈവം മനുഷ്യർക്ക് ഒട്ടനവധി അവസരങ്ങളും സമയവും നൽകുന്നുണ്ട്. അതേസമയം തിരുത്തപ്പെടാൻ തയ്യാറാകാത്ത ഇടങ്ങളിലും ചില നിർണായക സന്ദർഭങ്ങളിലും ദൈവം കൃത്യമായി ഇടപെടുന്നുമുണ്ട്. ഈ ലോകത്തിലെ സകല തിന്മകൾക്കും ഒരു നിശ്ചിത സമയത്ത് ദൈവം കൃത്യമായ